പ്രത്യയശാസ്ത്രത്തിൽ പറയുന്നത് തന്നെ എങ്ങനെയാണ്, അതായത് തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും എല്ലാം ദൈവം ഉണ്ടെന്നാണ് നമ്മുടെ ചിന്താഗതി. പോകുന്നത് കുമളിയിലേക്കാണ്. കുമളിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെ. സാഹചര്യങ്ങൾ അവിടുത്തെ ചെല്ലുമ്പോൾ മനസ്സിലാവും. നമുക്ക് വേണ്ടി KTDS, അതായത് കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് നമ്മുടെ യാത്ര ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതും ഫ്രഷപ്പും ചെയ്തു തന്നിരിക്കുന്നത്. ഏകദേശം 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മളവിടെ ചെല്ലും. എല്ലാവരും ജെന്റ്സ് ലേഡീസ് സെപ്പറേറ്റ് റൂം തരും. ഫ്രഷപ്പ് ആയി കഴിഞ്ഞാൽ നമ്മള് ജീപ്പ് വരും. ജീപ്പിൽ തന്നെ നമ്മള് കൊണ്ടുപോകും. 6 മണിക്ക് ക്ഷേത്രത്തിൽ കയറ്റിവിടും. 6 മണി തൊട്ട് നാളെ രാവിലെ 6 മണി മുതൽ 5 മണി വരെയാണ് ക്ഷേത്ര ദർശന സമയം. അപ്പോ ആ ക്ഷേത്രത്തില് എത്ര സമയം ക്യൂ, ചിലപ്പോൾ അരമണിക്കൂർ നിന്നാൽ മതിയാവും, ചിലപ്പോൾ 5 മണിക്കൂർ നിൽക്കേണ്ട വരും. തിരക്കൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരികെ വരും. അപ്പോ കുമളിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ അപ്പോ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രം. വലിയൊരു പുതിയ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത അവിടെ എല്ലാം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം. അങ്ങനെ കേരളവും തമിഴ്നാടും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നതിനാൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം, ചിത്രപൗർണമി ദിവസം മാത്രമാണ് കാട്ടിനുള്ളിലെ ഈ ക്ഷേത്രം തുറക്കുന്നത്. സമുദ്രനിരപ്പിൽ ഏകദേശം 1337 മീറ്റർ ഉയരത്തില് 2386 അടി ഉയരത്തിൽ കാണുന്ന ക്ഷേത്രം. അതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മൾ കാണുന്ന പോലെ വിശാലമായ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ക്ഷേത്ര ദർശനം നടത്തി തിരികെ വരിക മാത്രമാണ്. 1980 വരെ തമിഴ്നാടുകാർ യാതൊരു അവകാശവാദവും ഉന്നയിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് അതിനുശേഷം ആണ് ഇതിന്റെ മേലിൽ അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ തമിഴ്നാടുമായി ചിലപ്പതികാരവും ഒക്കെ ആയി ബന്ധപ്പെട്ടതുകൊണ്ട് കോടതി ഇതിനൊരു തീരുമാനമായിട്ടില്ല. തമിഴ്നാട് കേരളവും ഒരുമിച്ചാണ് ഇതിന്റെ ഭരണം. ഈ ഒരു ദിവസം മാത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ മംഗളദേവി എന്ന് പറയുന്ന കണ്ണകി ക്ഷേത്രം. കണ്ണകി ആരായിരുന്നു അതറിയണം. അപ്പോ ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലെ തമിഴ് സാഹിത്യത്തിലെ വീരനായിക കണ്ണകിയുടെ ഭർത്താവായ കോവൽ അത്ര നല്ല റെഡിപ്പുള്ളിയൊന്നും ആയിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന കണ്ണകിയുടെ ഒരു ചിലമ്പ് കൊണ്ടുപോയി മധുരയിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. വിറ്റ ശേഷം അവിടെ വിൽക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ രാജാവിന്റെ ഭടന്മാർ പിടിക്കുന്നു. മധുര രാജാവിന്റെ രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയിട്ടുണ്ടായിരുന്നു. അതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കോവലിനെ കൊണ്ടുവന്നിട്ട് അവിടെ തൂക്കിലേറ്റുന്നുണ്ട്. അതിലെ കോപാകുലയായ കണ്ണകി അവരുടെ മുടി അഴിച്ചിട്ട് നേരെ മധുര രാജാവിന്റെ അവിടെ വന്നിട്ട് ഭയങ്കരമായി കോപിഷ്ഠയായി അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ വലിച്ച് എറിയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ശമിച്ച് മധുര നഗരം മുഴുവൻ കത്തിപ്പോകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ദേഷ്യം എത്രയുണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം മധുര നഗരം കത്തിപ്പോയ ശേഷമാണ് പിന്നീട് ഇവിടെ വരുന്നു. നമ്മുടെ ഈ കുമളിയിലുള്ള ഈ സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ വന്ന ശേഷം അവിടെ സമാധിയായിരുന്നു ഒക്കെ പറയപ്പെടുന്നു. അങ്ങനെ കഥകളുണ്ട്. അങ്ങനെയാണ് ക്ഷേത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിർമ്മിക്കപ്പെട്ടത്. Thank you.